പള്ളികളിലും ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും കൈവയ്ക്കാൻ ധൈര്യമില്ലാത്ത മതേതര സർക്കാരുകൾ എന്തിനാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രം ഭരിക്കുന്നത്? ഹിന്ദുക്കളുടെ കാണിക്കപ്പണമെടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകുന്ന ഈ പകൽക്കൊള്ള ഇനി ഇന്ത്യയിൽ അനുവദിക്കില്ല. രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് ശേഷം രാജ്യത്തെ വിറപ്പിക്കാൻ പോകുന്ന അടുത്ത ചരിത്ര പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. രാജ്യത്തുടനീളം വിവിധ സംസ്ഥാന സർക്കാരുകളുടെ നിയന്ത്രണത്തിലുള്ള പ്രമുഖ ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം ഭരണകൂടങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ഭക്തർക്ക് തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് VHP അതിശക്തമായ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. VHP അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാറാണ് രാജ്യത്തെ ഒന്നടങ്കം ഉണർത്താൻ പോകുന്ന ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. കർണാടകയിലെ കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് മാത്രം കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും സർക്കാരിന്റെ ഖജനാവിലേക്ക് പോകുന്നത്. ഭക്തർ നൽകുന്ന ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് ഓഡിറ്റ് ഫീസും ഉദ്യോഗസ്ഥരുടെ ശമ്പളവും ഈടാക്കുന്നത് അങ്ങേയറ്റം അനീതിയാണ്. മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങളെയും അവരുടെ വരുമാനത്തെയും സർക്കാർ തൊടാത്ത സാഹചര്യത്തിൽ ഇത്തരം ചൂഷണങ്ങൾ ഹിന്ദുക്കളോട് മാത്രമുള്ള കടുത്ത വിവേചനമാണെന്ന് VHP അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. ഈ വർഷം രാജ്യത്തുടനീളം വലിയ ജനസമ്പർക്ക പരിപാടികളോടെയാണ് VHP ഈ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. ഈ ക്ഷേത്രങ്ങൾ ഹിന്ദു സമൂഹത്തിന് തിരികെ ലഭിച്ചാൽ 1000 കോടിയിലധികം രൂപ ഹൈന്ദവ സമൂഹത്തിന്റെ വിദ്യാഭ്യാസ, ജീവകാരുണ്യ, ധാർമ്മിക പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ ട്രസ്റ്റ് തന്നെ SIT അന്വേഷണത്തിന് വിട്ട സുതാര്യമാക്കിയ കാര്യവും അവർ ചൂണ്ടിക്കാട്ടി. രാമസേതു സംരക്ഷണം, ഗോസംരക്ഷണം തുടങ്ങിയ വിജയകരമായ പോരാട്ടങ്ങൾക്ക് ശേഷം VHP ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ ദൗത്യമാണിത്. ചുരുക്കത്തിൽ ഹിന്ദുക്കളുടെ പണം ഹിന്ദുക്കൾക്ക് തന്നെ എന്ന നിലപാടിൽ ഉറച്ചാണ് VHP. ഈ പുതിയ പോരാട്ടത്തിന് തുടക്കമിടുന്നത് മതേതരത്തിന്റെ പേര് പറഞ്ഞ് ഹൈന്ദവ ക്ഷേത്രങ്ങളെ മാത്രം കർമ്മ പശുക്കളാക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്ക് ഇതൊരു വലിയ ഇടുത്തിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്ഷേത്രങ്ങളെ മോചിപ്പിക്കാൻ ഹിന്ദു സമൂഹം ഒന്നടങ്കം ഉണരുന്ന ആവേശകരമായ കാഴ്ചയ്ക്കാണ് ഭാരതം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് ക്യാമറ.